വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് അറിയാവുന്നൊരു കമ്പനിയാണ് മാക് ലിപ്സ്റ്റിക്ക്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ് കിട്ടിയ ഒരു മാക് ലിപ്സ്റ്റിക് ഷെയ്ഡിനെ കുറിച്ചാണ് ഞാൻ വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. നേരത്തെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഷെയ്ഡ് വന്ന് പേര് ചില്ലി എന്നാണ്. ഇതാണ് ആ മാക് ലിപ്സ്റ്റിക്ക്. ഇത് കുറച്ച് സൂമിൻ ആകുന്നില്ല. ഇപ്പം മാക്കിൻ്റെ OG ഇങ്ങനൊരു പാക്കേജിംഗ് ആണ്, ബ്ലാക്ക് കളർ. എപ്പോഴും അവർ പണ്ട് തൊട്ടേ വർഷങ്ങളായിട്ട് ബ്ലാക്ക് ഇങ്ങനൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് പാക്കേജിംഗ് ആണ് അവരുടെ മെയിൻ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ. ഇങ്ങനെ നടുക്ക് മാക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ട് കാണിക്കാം. ഇങ്ങനെ ആ ഒരു പാക്കേജിങ് തന്നെയാണ് വരുന്നത്. ഇപ്പോഴത്തെ മാക് ലിപ്സ്റ്റിക് വെച്ചാൽ കുറച്ചും കൂടി ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, നീളമുണ്ട്. ഇപ്പോൾ നേരത്തെ ഇതിൻ്റെ ഒരു ഇത്രേ കാണത്തുള്ളായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ നീളമുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പർ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. അപ്പം മാക്കിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ ഒത്തിരി നല്ല ഷെയ്ഡ്സ് ഉണ്ട്, ഒത്തിരി വൈഡ് റേഞ്ച് വെച്ചാൽ ഭയങ്കര ലൈറ്റർ സ്കിന്നോട്ട് ഭയങ്കര ഡാർക്കർ സ്കിൻ ടോണിന് വരെ നല്ലവണ്ണം കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന കുറേ നല്ല ഷെയ്ഡ്സ് ഉണ്ട് മാക് കോസ്മെറ്റിക്സിന്. നിങ്ങൾക്ക് അറിയായിരിക്കും വെൽവെറ്റ്, അല്ല അങ്ങനെയല്ല, ടെഡി, വേൾ എന്നൊക്കെ പറഞ്ഞുള്ള ഷെയ്ഡ്സ്, നല്ല ന്യൂഡ്സ് ഉള്ളത്. അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ എനിക്കൊരു ലിപ്പ് ലൈനർ ഇല്ലാതെ ഇടാൻ പറ്റുന്ന ഷെയ്ഡ്സാണ് എനിക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഞാൻ മേടിക്കാനായിട്ട്. കാരണം എപ്പോഴും ലിപ്പ് ലൈനർ ഇടണം എന്നില്ലല്ലോ. അപ്പം എനിക്കെന്ന് പറയുക ടെഡി എന്നുള്ള ഷെയ്ഡൊക്കെ എനിക്ക് ലിപ്പ് ലൈനറൊക്കെ വെച്ച് വേണം ഇടാനായിട്ട്. ഇപ്പം ഞാൻ ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് നമ്മൾ എന്നും ചെയ്യത്തില്ലല്ലോ. അപ്പം ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എപ്പോഴും അവരുടെ നിന്ന് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഒന്ന് കാണിക്കാം. അപ്പോൾ ഷെയ്ഡ് ഇങ്ങനെ നമ്മളിങ്ങനെ തുറക്കുമ്പം സാധാ ബുള്ളറ്റ് ലിപ്സ്റ്റിക് പോലെ തന്നെ ഒരു സിൽവർ കളറൊക്കെ പാക്കേജാണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഉപയോഗിച്ച് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ഞാൻ അത് ഇട്ടേക്കുന്നതല്ല, ഞാൻ ഇട്ട് കാണിക്കാം. ഇതൊന്നിങ്ങനെ പ്രോപ്പർ നല്ല ഭംഗിയുള്ളൊരു ലിപ്സ്റ്റിക്കായിട്ടാണ് വരുന്നത്. ഒന്ന് സൂം ചെയ്യാൻ നോക്കട്ടെ. കണ്ടോ, ഞാൻ ഫ്രണ്ട് ക്യാമറയും കൂടെ കാണിക്കാം. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ബ്രിക്ക് റെഡ് അല്ല, ഒരു ന്യൂഡ് തന്നെയാണ്. സ്റ്റിൽ ബ്രിക്ക്, ഒരു പീച്ചി ഓറഞ്ചി ന്യൂഡ് എന്ന് പറയും, അങ്ങനത്തെ ഒരു ഡിസ്ക്രിപ്ഷനിൽ വരുന്ന. പക്ഷെ ഇത് ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റും. ഇത് മണം നല്ലൊരു ചോക്ലേറ്റിൻ്റെ മണമാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഷെയ്ഡ്. പിന്നെ ഇപ്പം തന്നെ ഉപയോഗിച്ച് തുടങ്ങിയാണ് ചെറുതായിട്ട്. പിന്നെ മാക്കിൻ്റെ ലോഗോ ഉണ്ട് അതിനകത്ത്. പിന്നെ ഒന്ന് ഇട്ട് കാണിക്കാം. അപ്പം ഞാൻ വേറൊരു ലിപ്സ്റ്റിക്ക് ഇട്ടേക്കാണ്. ലിപ്സ്റ്റിക് അല്ല, ചെറിയൊരു ലിപ് ടിൻ്റാണ് ഇട്ടേക്കുന്നത്. അപ്പം അതിന് പുറത്തൊരു ചെറുതായിട്ടൊന്ന് ഇട്ട് കാണിക്കാം. അപ്പം ഞാൻ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലവണ്ണം ഒരു പിഗ്മെൻറ്റഡ് ആയിട്ട് കിട്ടും. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം ചെറിയൊരു ടിൻറ്റ് പോലെ വരും. ഇത് നമ്മൾ പ്രോപ്പർ ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡില്ലേ, പക്ഷേ ഇത് ഞാൻ എന്നും ഇങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ നല്ലോണം കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ലിപ്പ് ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയത്. ചെറിയ ട്രാൻസ്ഫർ ചെയ്യും. ഞാൻ ശ്രദ്ധിച്ചുള്ളതെന്ന് വെച്ചാൽ ഒരു 8 hours ഇത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ ഇട്ടേക്കുന്നതായിട്ട് 2 കുറേ പ്രാവശ്യം ഡാബ് ചെയ്ത് തന്നിട്ട് ഒരു ഷെയ്ഡുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കൊരു കംഫർട്ടബിൾ ആയിട്ടൊരു സിൽക്കി മാറ്റ് ഫോമില്ല എന്നാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ പേര് മാക്സിമൽ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. മാക്സിമൽ ഇവരൊരു പുതിയ റേഞ്ചാണ്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ നമ്പർ 602 ചില്ലി. ഷെയ്ഡ് ശരിക്കും അങ്ങനെ ഒരു ചില്ലി ഒരു ഷെയ്ഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പാക്കേജിങ് ഞാൻ അല്ലാതെ ഔട്ടർ പാക്കേജ് ഇവിടെ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് എനിക്ക് വന്നത്. നല്ല ഭംഗിയുള്ളൊരു റൈറ്റിംഗ്, മാക്സിമൽ എന്ന് പറഞ്ഞ ഈ ഷെയ്ഡ് തന്നെയാണ്. മാറ്റ് ലിപ്സ്റ്റിക്. ഇത് 3.5 gram ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്.
ഷെയ്ഡ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പിഗ്മെൻറ്റഡ് 2 ടോൺ ലിപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് മാറ്റായിട്ടിരുന്നോളും. അങ്ങനെ കളർ ഡിഫറൻസ് ഒന്നും കാണത്തില്ല. അപ്പം നല്ലൊരു ഷെയ്ഡാണ്. ഒത്തിരി കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുള്ള എനിക്കൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. അതുകൊണ്ട് ഞാനിത് സെക്കൻഡ് പർച്ചേസാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. മാക്കിൻ്റെ കമ്പനി എന്ന് വെച്ചാൽ നമുക്ക് നൈക്കിയിലുണ്ട്, ലുലു അങ്ങനത്തെ മോളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരു ടെസ്റ്ററും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഷെയ്ഡ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അവർ ഒത്തിരി നല്ല ഷെയ്ഡ്സ് ഉണ്ട്. ഇങ്ങനെ ടെഡി എന്നൊക്കെ പറഞ്ഞ് കുറേ നല്ല ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ എന്നെക്കാൾ ലൈറ്റർ സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ചേരും. മറ്റേ നമുക്കും ചേരും, പക്ഷേ ലിപ്പ് ലൈനറിന് ആവശ്യമുണ്ടാകും. പക്ഷെ ഞാൻ ലിപ്പ് ലൈനർ ഇല്ലാത്ത ലിപ്സ്റ്റിക്കാണ് പ്രിഫർ ചെയ്യുന്നത്, ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇതാണ് അതിൻ്റെ പാക്കേജിങ്. ഇങ്ങനത്തെ ഒരു കാർട്ടിലാണ് എനിക്കത് വന്നത്. സാധാ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് പോലെ തന്നെ ഇങ്ങനത്തെ ഒരു പാക്കേജും മാക്കിൻ്റെ ഒരു ഒറിജിനൽ പാക്കേജിങ്ങിലായിട്ടാണ് വന്നിരിക്കുന്നത്. സ്വാഷ് വന്ന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്ന് നമ്മൾ ഇന്ത്യയിൽ 2500 ആണ് വരുന്നത്. അപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി ഒത്തിരി ഉണ്ട്. നല്ല ലിപ്സ്റ്റിക്കാണ്. കുറച്ച് ഡാബ് ചെയ്താൽ തന്നെ കളർ വരും. ഇപ്പം ഇനി ഒത്തിരി ഇട്ടുകൊണ്ടാണ് നല്ല രീതിയിൽ കളർ പേ ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നോക്കുക. നല്ലൊരു ഷെയ്ഡായിരിക്കും, നല്ല കോംപ്ലിമെൻറ്റ് തരുന്ന ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. നിങ്ങൾ അല്ലാതെ മാക്കിൻ്റെ വേറെ ഷെയ്ഡ്സൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.